എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 7 ശ്ലോകം 23, 24, 25, 26 4 ശ്ലോകങ്ങൾ. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 7ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് ചെയ്ത ആ യാഗത്തില് ആ വിശ്വാമിത്രൻ ഹോതാവും ജമദഗ്നി മഹർഷി അധര്യവും വസിഷ്ഠൻ ബ്രഹ്മനും അയാസ്യൻ എന്ന മുനി ഉദ്ഗാതാവുമായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നെ ആ ശുനശേഖനെ യാഗപശുവാക്കി എന്ന് പറഞ്ഞല്ലോ. അത് അറിഞ്ഞപ്പോൾ മഹാരാജാവിന് വല്ലാത്ത സങ്കടമായി, പരീക്ഷിത്ത് മഹാരാജാവിന്. അപ്പൊ ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഖേദിക്കണ്ട മഹാരാജാവേ, ശുനശേഖനെ യാഗത്തില് ഹിംസിച്ചില്ല എന്ന് പറയാണ് ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട്. അദ്ദേഹം വളരെ കേമനായിരുന്നു. ആ ശുനശേഖൻ അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് അത് വിസ്തരിച്ചു പറയണു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ആനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാശനം തഥാമയും ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. തസ്മൈ തുഷ്ടോ ദദാവിന്ദ്ര ശാതകൗംഭമയം രഥം ശുനശേഭസ്യ മാഹാത്മ്യം ഉപരിഷ്ടാൽ പ്രവക്ഷ്യതേ. തുഷ്ട ഇന്ദ്ര, സന്തുഷ്ടനായ ഇന്ദ്രൻ, ശാതകൗംഭമയം രഥം, സ്വർണമയമായ രഥത്തെ തസ്മൈ ദദൗ, അദ്ദേഹത്തിന് ദാനം ചെയ്തു. ശുനശേഭസ്യ, ശുനശേഭന്റെ മഹാത്മ്യം, വൈഭവത്തെ, ഉപരിഷ്ടാൽ, മേലിൽ, പ്രവക്ഷ്യത്തെ, പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പുരുഷമേധം നിമിത്തം ആ യാഗം ചെയ്തുല്ലോ മഹാരാജാവ്. അപ്പൊ സന്തോഷായി ഇന്ദ്രന്. അപ്പൊ ഇന്ദ്രൻ ഹരിശ്ചന്ദ്രന് സ്വർണ്ണ നിർമ്മിതമായ ഒരു രഥം ദാനം ചെയ്തു. ബ്രാഹ്മണപുത്രനായ ശുനശേഖനെ യാഗപശുവായി ഉപയോഗിച്ചത് അറിഞ്ഞിട്ട് വളരെ സങ്കടായി, ഖേദമായി മഹാരാജാവിന്, പരീക്ഷിത്ത് മഹാരാജാവിനോട്. അപ്പൊ ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഖേദിക്കണ്ട, ശുനശേഖനെ യാഗത്തില് ആലഭനം ചെയ്തില്ല, അതായത് ഹിംസിച്ചില്ല. ഇനി അദ്ദേഹത്തിന്റെ മാഹാത്മ്യം, ആ വിശ്വാമിത്ര സുതന്മാരുടെ ചരിത്രം പറയണ സമയത്ത് അപ്പോൾ ഞാൻ വിസ്തരിച്ചു പറയാം എന്ന് പറയണം. പിന്നെതാ ഹരിശ്ചന്ദ്രന്റെ കാര്യം തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയണം. സത്യസാരാം ധൃതിം ദൃഷ്ട്വാ സഭാര്യസ്യ ച ഭൂപതേ വിശ്വാമിത്രോ ഭൃശം പ്രീതോ ദദൗ അവിഹതം ഗതിം. സഭാര്യസ്യ ഭൂപതേഹ്, ഭാര്യാസഹിതനായ രാജാവിന്റെ സത്യസാരാം ധൃതിയും, സത്യമാകുന്ന ബലത്തോടു കൂടിയ ധൈര്യത്തെ, ദൃഷ്ട്വ കണ്ടിട്ട്, ഭൃശം പ്രീത ഏറ്റവും പ്രീതനായ വിശ്വാമിത്രൻ
അവിഹതാം ഗതിം, തടസ്സമില്ലാത്ത ഗതിയെ ദദൗ, ദാനം ചെയ്തു. ഹരിശ്ചന്ദ്രന്റെ സർവസ്വത്തെയും അപഹരിച്ചിട്ടു, എല്ലാം അപഹരിച്ചു അല്ലെ. ഒന്നുമില്ലാതെ അദ്ദേഹത്തിന്. പ്രസിദ്ധാണല്ലോ ഹരിശ്ചന്ദ്രന്റെ കഥ. പക്ഷേ ആ സത്യത്തെ തന്നെ ബലമായിട്ട് അംഗീകരിച്ചിരുന്നു ഹരിശ്ചന്ദ്രൻ. അസത്യം പറഞ്ഞില്ല അപ്പോഴും. അത്രയും മാഹാത്മ്യമുള്ള സത്യസന്ധനായ ആ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെയും രാജാവിൻ്റെ പത്നിയുടെയും ധൈര്യത്തെ കണ്ടിട്ട് പരമപ്രീതനായ വിശ്വാമിത്രൻ നാശരഹിതമായ ജ്ഞാനത്തെ രാജാവിന് നൽകി. അത്രയൊക്കെ പരീക്ഷിച്ചിട്ടും അസത്യം പറഞ്ഞില്ല ഹരിശ്ചന്ദ്രൻ അല്ലെ. മനപൃഥിവ്യാം താമൽഭി തേജസാപോനിലേന തത് ഹേ വായും ധാരയംസ്തച്ഛ ഭൂതാദൗ തം മഹാത്മനി തസ്മിൻ ജ്ഞാനകലാം ധ്യാത്വാ തയാ ജ്ഞാനം വിനിർദഹൻ ഹിത്വാദാം സ്വേന ഭാവേന നിർവാണസുഖസംവിദ അനിർദ്ദേശ്യാപ്രതർക്കേണ തസ്ഥൗ വിധ്വസ്തബന്ധന. മനസ്സിനെ പൃഥിവ്യാം, പൃഥിവിയിലും, താം അതിനെ, പൃഥിവിയെ എന്നർത്ഥം, അദ്ഭി ജലത്തോടുകൂടിയും, അപ തേജസ ജലത്തെ തേജസ്സോടുകൂടിയും, തത് അതിനെ അതായത് തേജസ്സിനെ, അനിലേന വായുവിനോടുകൂടിയും, വായും ഖേ വായുവിനെ ആകാശത്തിലും, തത് അതിനെ ആകാശത്തെ, ഭൂതാദൗ താമസാഹങ്കാരത്തിലും, തം അഹങ്കാരത്തെ മഹാത്മനി മഹത്തത്വത്തിലും, തസ്മിൻ മഹത്തത്വാത്മകമായ ചിത്തത്തിൽ, ജ്ഞാനകലാം ചിദംശത്തെയും ധ്യാത്വ ധ്യാനിച്ചിട്ട്, തയാ ആ ധ്യാനത്തെ കൊണ്ട്, അജ്ഞാനത്തെ വിനിർദഹൻ ദഹിപ്പിക്കുന്നവനായിട്ട്, താം ഹിത്വ ധ്യാനത്തെയും ഉപേക്ഷിച്ചിട്ട്, വിധ്വസ്തബന്ധന വിധ്വംസിക്കപ്പെട്ട ബന്ധനത്തോടു കൂടിയവനായി, അനിർദ്ദേശ്യ അപ്രതർക്കേണ നിർദ്ദേശിക്കാനും ഊഹിക്കാനും കഴിയാതിരിക്കുന്ന നിർവാണ സുഖ സംവിദ സ്വേന ഭാവേന സദാനന്ദ ചിതാത്മാവായിരിക്കുന്ന നിജസ്വരൂപത്തോടുകൂടി തസ്ഥൗ സ്ഥിതി ചെയ്തു. അപ്പൊ ആ വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആ ജ്ഞാനം ലഭിച്ചുല്ലോ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്. അങ്ങനെ രാജാവിന് ലഭിച്ച ഗതിയുടെ സ്വരൂപത്തെയും പിന്നെ എങ്ങനെയാണ് രാജാവ് അത് ആ മാർഗത്തെ സ്വീകരിച്ചത് എന്ന് പറയുകയാണ്. സംസാരത്തിന്റെ മൂലകാരണമായ മനസ്സിനെ അതിൻ്റെ കാരണമായ അന്നരസത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായ പൃഥിവിയിൽ ലയിപ്പിച്ചു. അന്നമില്ലാതെ ആയാൽ പിന്നെ മനസ്സില്ലാതെയാവും. അപ്പോൾ പൃഥിവി ഇല്ലാതെ ആയാൽ അന്നവും ഇല്ലാതെയാവും. അതുകൊണ്ട് മനസ്സിനെ പൃഥിവിയിൽ നിന്ന് അഭിന്നമായിട്ട് ധ്യാനിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചു. ആ പൃഥിവിയെ ജലത്തിലും, ജലത്തെ അഗ്നിയിലും, അഗ്നിയെ വായുവിലും, വായുവിനെ ആകാശത്തിലും, ആകാശത്തെ താമസാഹങ്കാരത്തിലും, അഹങ്കാരത്തെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ ചിദംശമായ ജീവാത്മാവിലും ലയിപ്പിച്ചു. ഇങ്ങനെ ഉള്ള ധ്യാനം കൊണ്ട് ജീവനെ മറച്ചിരിക്കുന്ന അജ്ഞാനം നശിച്ചു. അപ്പോൾ ധ്യാനത്തെയും അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതോടുകൂടി അവന് ദേഹേന്ദ്രിയാദികളെ കുറിച്ച് തോന്നിയിരുന്ന ഞാനെന്നും എൻ്റേതുമെന്നുള്ള രൂപത്തിൽ ആത്മാവിനെ മറച്ചിരുന്ന ആ പ്രകൃതി അംശമൊക്കെ അങ്ങോട്ട് നശിച്ചു. അപ്പോൾ ആ സദാനന്ദ ചിതാത്മാവായി വിളങ്ങുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനായ ആ സർവാത്മഭാവം സിദ്ധിച്ചു. ഈ അവസ്ഥ ഗുണങ്ങളെയും കൂടി അതിക്രമിച്ചിരിക്കുന്നത്. സച്ചിദാനന്ദം ഇങ്ങനെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ അതെങ്ങനെയാണോ അതിനെ പറയാൻ പറ്റുക? ബ്രഹ്മത്തെ പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയില്ലേ? ഇന്ന വിധമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ കഴിയുന്നതല്ല. അത് അനുഭവിച്ചു തന്നെ അറിയണം. ആ സച്ചിദാനന്ദം ഈ നിലയിൽ വസിക്കുന്ന ആ യോഗിയുടെ, അങ്ങനെയുള്ള യോഗിയെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. ആ ഹരിശ്ചന്ദ്ര മഹാരാജാവ് ആ ജ്ഞാനം കൊണ്ട് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചു. അതാണ് അതിൻ്റെ സാരം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ നവമസ്കന്ധേ ഹരിശ്ചന്ദ്രചരിത നിരൂപണം നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഏഴാമത്തെ അധ്യായം ആ ശ്രീഹരിയുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.